Hello my dear friends, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനുമുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താഴെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓളും കൊടുത്തേക്കണം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ ആയിട്ടുള്ള സ്റ്റാർട്ടർ ഐറ്റമാണ് ബട്ടർഫ്ലൈ ചിക്കൻ. അപ്പോൾ നമുക്ക് ഡിഷിലോട്ട് കടക്കാം. ഞാൻ ഇവിടെ ഒരു ബൗളിൽ തൊലി കളഞ്ഞ് 2 പൊട്ടറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി സ്ലൈസ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഒരു മീഡിയം തിക്നെസ്സിലാണ് മുറിച്ചെടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഇത് മടക്കി ഇതിൻ്റെ അകത്തേക്കാണ് ചിക്കൻ വെച്ച് കൊടുക്കാൻ പോകുന്നത്. കണ്ടോ? ഇനി അഥവാ നമ്മളിത് നല്ല തിക്നെസ്സോടെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് മടക്കാൻ കിട്ടത്തില്ല. ഇനി തിന്നായാലോ അത് മടങ്ങിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ ഞാൻ ബാക്കിയുള്ള പൊട്ടറ്റോ സ്ലൈസസും മുറിച്ച് കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് സോക്ക് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു 1/4 കപ്പ് ബോൺലെസ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിത് അത്യാവശ്യം സ്പൈസി ആയിട്ട് ചെയ്യുന്നത്. ഇനി ഇതിനകത്തേക്ക് അടുത്തത് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. കുറച്ച് ലൈം ജ്യൂസ്. ഇനി 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കോൺഫ്ലവർ, ഇതൊരു 1.5 ടേബിൾ സ്പൂൺ ആയിട്ട് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ഒരു 1.5 ടേബിൾ സ്പൂണിന് 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്നൊരു 1/2 മണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബട്ടർഫ്ലൈ ചിക്കൻ ഇട്ട് കൊടുക്കാം. ആദ്യം ഞാനിതൊരു ഹൈ ഫ്ലെയിമിലാണ് എല്ലാം ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ഇത് കറക്റ്റായിട്ട് വെന്ത് ഫ്രൈ ആയി കിട്ടണം. ഇപ്പോൾ അഥവാ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ പൊട്ടറ്റോ വെന്ത് കിട്ടില്ല. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കാം. പക്ഷേ എടുക്കാറാവുമ്പോഴേക്കും ഹൈ ഫ്ലെയിമിൽ എടുക്കണം, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. ഇപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ചിക്കൻ എടുക്കാറായിട്ടുണ്ട്. ഇത് ഞാൻ ഇടയ്ക്ക് വെച്ച് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പൊട്ടറ്റോ എല്ലാം ഫ്രൈ ആയി നല്ല ഗോൾഡൻ ടെക്സ്ചർ വന്നിട്ടുണ്ട്. ചിക്കനും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റി സെർവ് ചെയ്യുന്ന ഡിഷിലോട്ട് മാറ്റി ഞാൻ കാണിക്കാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ബട്ടർഫ്ലൈ ചിക്കൻ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഇത് നല്ലൊരു സ്റ്റാർട്ടർ ഐറ്റമാണ്. സോ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. മാത്രമല്ല ഈ ബട്ടർഫ്ലൈ ചിക്കൻ ഞാൻ അത്യാവശ്യം സ്പൈസി ആയിട്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് എരിവ് അതിനനുസരിച്ച് മാറ്റം വരുത്താം. എന്തായാലും ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമ്മൾ കാണുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.